പലിശക്ക് കൊടുക്കുന്നതേ പുണ്യം കിട്ടാനല്ല, പലിശ കിട്ടാനാ. 1,00,000 രൂപ വാങ്ങി നക്കിട്ടേ 1 കൊല്ലം കഴിഞ്ഞു. ചോദിക്കുമ്പോഴൊക്കെ ഒരു അവധി പറയും. നാണണ്ടാ തനിക്ക്? 1 മാസത്തെ സാവകാശം കൂടി എനിക്ക് തരണം. ഇനിയും നിനക്ക് അവധിയോ? 24 മണിക്കൂർ സമയം തരും. നാളെ ഇതേ സമയത്തിനുള്ളിൽ എന്റെ മുതലും പലിശയും, അതായത് 1,80,000 രൂപ എനിക്ക് കിട്ടണം. ഇല്ലെങ്കിൽ നീ വിവരം അറിയും. പണിയില്ലാത്തോണ്ടാ ഒരവധി കൂടി നീന്താ. ഇല്ല, ഞാൻ പറഞ്ഞതിലും 1 മണിക്കൂർ പോലും സാവകാശം നീ പ്രതീക്ഷിക്കണ്ട. നാളെ നീ പണം തന്നിട്ടില്ലെങ്കിൽ ദേ ഈ നിക്കണ മുതലിന് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകും. എന്റെ കാശ് മുതലാവാൻ ഇത് മതിയാണ് എനിക്ക്. മനോജ പറയണത് ഓർത്തോ നീ? ചേച്ചിന്റെ കളിപ്പാട്ടം കയറ്റി എനിക്കൊന്ന് വാങ്ങിത്തരുമോ? അച്ഛൻ പുതിയത് വാങ്ങിത്തരാ, മോള് പോയി കളിച്ചോ. നീ വിഷമിക്കാതിരിക്കേ, എല്ലാം ശരിയാവും. നാളെയും അയാൾ വന്നാൽ നാട്ടുകാരുടെയും മക്കളുടെയും മുന്നിൽ വെച്ച് അയാളെല്ലാം വേണ്ടതിനും പറയോ ചെയ്യോ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. അയാൾക്ക് നാളെ പണം കൊടുക്കാൻ എനിക്ക് കഴിയില്ല എന്ന് കരുതി നിന്നെ അവൻ്റെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുന്നു നീ കരുതുന്നുണ്ടോ? നീ ഇങ്ങനെ കരയല്ലേ. നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായില്ലേ. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. ജീവിക്കാനായാലും മരിക്കാനായാലും ഈ മുറ്റത്ത് വന്ന് ഒരാളും നിന്റെ മാനത്തിന് വില പറയാൻ ഞാൻ സമ്മതിക്കാം. വഴി ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ രാഘവ? ഇത്തിരി മരുന്ന് വേണം. മരുന്നോ? എന്ത് മരുന്ന്? കുരുടാനേ, വാഴക്കിടാനാ, അല്ല വയറിനിടാനാ. കുരുടാനൊന്നും ഇപ്പം ഇല്ല, കരാട്ടുണ്ട്, അത് മതിയാ. എന്താ നിങ്ങള് കൂലിപ്പണിയൊക്കെ നിർത്തിയപ്പോ കൃഷിപ്പണി തുടങ്ങിയാ? ആ മണിയേ, ഒരു കരാട്ടെടുത്ത് കൊടുക്ക്. 2 വേണം കേട്ടോ. ഒരു ബോട്ടിൽ കൊണ്ടായാൽ തന്നെ 50 മരട് അടിക്കാണ്ടാവും. അതിലും കൂടുതലുണ്ടാ? ഇല്ല ഇല്ല ഇല്ല, എന്നാ അത് മതി. ഇതൊന്നും ആവശ്യത്തിലധികം വീട്ടിൽ കൊണ്ടാക്കാൻ പാടില്ല. പോയോ? എന്റെ തുപ്പലിനും ചോരയുടെ നിറമാണ്. എന്താ ഭായി, വട്ടായോ? പണ്ടൊക്കെ എനിക്ക് ചോര കണ്ടാൽ തല കറങ്ങുമായിരുന്നു. ഇപ്പൊ എനിക്ക് ചോര കാണുന്നത് ഹര.
അതൊക്കെ കൊള്ളാം. ആരൊക്കെ നമ്മ സ്കെച്ചിട്ട് വെച്ചിട്ടുള്ളതെന്ന് പഠിച്ചോനറിയാം. എടാ കരടിയെ, നമ്മളെ സ്കെച്ചിടാൻ മാത്രം ചങ്കുറപ്പുള്ളവർ ആരുടെ ഈ നാട്ടില്? ഞാനൊരു തമാശ പറഞ്ഞതാ ഭായ്. ഞാൻ കൂടെ ഉണ്ടാവുമ്പോ ഭായിയെ തൊടാൻ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടാവും? നീ എന്റെ മുത്താടാ. ഇവനെന്താ കോപ്പിട്ടൊലിക്കുവാൻ? എന്തായി പോയ കാര്യം? അത് നടക്കും തോന്നുന്നില്ല. ആ മഞ്ചേരി ടീം അതിന്റെ അടിയിൽ കയറി കളിക്കുന്നുണ്ട്. ആര് കയറി കളിച്ചാലും കാര്യങ്ങൾ നമ്മൾ പറയുന്നോട് നിൽക്കണം. ആചാര്യ നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ചൊരു ഡീലാണ്. അന്നെ പറഞ്ഞു വെച്ചപ്പോഴേ എനിക്കറിയാം പണി പാളുന്നു. ബായ്, ഇന്ന നാട്ടുകാർ വിളിക്കുന്ന ഒരു പേരുണ്ട്, കോടാലി എന്ന്. ആ കോടാലി അവിടെ കൊത്തി വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് ബായ് പേടിക്കണ്ട. ആ കേസ് നമ്മൾ പറഞ്ഞോട് തന്നെ വെക്കും. സുലൈമാനെ കണ്ടില്ലേ? ആ കണ്ടു. ബാക്കിയോ നോക്കിക്കോളൂ. ഈ ആ വാസോട്ടിന്റെ മനത്തല്ലയോ? ഞാനറിയാതെ അങ്ങനെ സംഭവം ഉണ്ടായോ? ആ ചെറുക്കന്റെ കാലോട് ഞങ്ങളുടെ ആസ്പത്രിയിലാണ്. എന്തിനടാ ഓനെ തല്ലിയത്? റോട്ട് കൂടെ നടക്കുന്ന പെൺകുട്ടികളോട് തെണ്ടിത്തരം കാട്ടിയ പിന്നെ തല്ലല്ലാതെ എന്താ കാട്ടാ? ഓനെ തല്ലല വേണ്ടി കൊല്ലാൻ വേണ്ടിയത്. അതാണ്. ആ ഋഷിക പറയും. അതെ, നിന്റെ അച്ഛൻ രാഘവൻ കടയിൽ വന്നിരുന്നു. ആ. പയറിനും വാഴയ്ക്ക് ഇടാനാന്നും പറഞ്ഞ് കുറച്ച് മരുന്നും വാങ്ങിയാ പോയിണ്. എന്നിട്ട്? ഒന്നുമില്ല, ആ പോക്ക് എനിക്കത്ര പന്തിയായിട്ട് തോന്നിയില്ല. അതാ ഞാൻ വിളിച്ചേ. എപ്പോഴാ പോയത്? ഏതാണ്ട് ഒരു അരമണിക്കൂറായി കാണും. ഓക്കെ ഞാൻ നോക്കിക്കോളാം. ഉസ്മാനെ ചാവി. എന്താണ്? എങ്ങോട്ടാണ് അവൻ പോണത്? അമ്മ എന്താ ചോറ് കൊണ്ടുവരാത്തെ? ഇപ്പൊ കൊണ്ടുവരടി. കൊണ്ടുകൊടുക്ക വേഗം. അവർ കഴിക്കട്ടെ, മക്കൾ കഴിക്കട്ടെ. കൊണ്ടുകൊടുക്ക, എന്നിട്ട് നമുക്ക് കഴിക്കാം. കൊണ്ടുകൊടുക്ക്. മാനം കെട്ടി ജീവിക്കണ്ട, മരിക്കാൻ. എന്തിനാടി കരയാണ്? ഇനി നീ കരയാൻ പാടില്ല. ചിരിക്കി ചിരിക്കി. കൊണ്ടുകൊടുക്ക. കഴിക്കും മക്കളെ. മക്കളെ, എന്താ അവിടെ ലേറ്റ് ഒന്നുമില്ലേ? അച്ഛനെവിടെ? അകത്താ. മക്കള് കഴിച്ചോ? ഇല്ല ഇല്ല. ഒരു ഉരുളന്നേ. അത് കഴിക്കരുത്. എന്താ കഴിച്ചാലേ ചത്തുപോവില്ലേ? ഈ വിഷം സ്വന്തം മക്കൾക്ക് കൊടുത്തപ്പല്ലാത്ത സ്നേഹം എന്നോട് കാണിക്കണ്ട. മജീദ്, ഞാൻ എന്ത് വിഷമുണ്ടെങ്കിലും എന്നെ അറിയിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഈ തെരുവിലൂടെ തെണ്ടിത്തിരിഞ്ഞ് നടന്ന എനിക്ക് അന്നം തന്ന വീടാണ്. രാഘവേട്ട എന്നാണ് ഞാൻ വിളിക്കുന്നതെങ്കിൽ ഒരു ബാപ്പാന്റെ സ്ഥാനമുണ്ട് നിങ്ങൾക്ക് എൻ്റെ മനസ്സിൽ. അത് മനസ്സിലാക്കിയിട്ടുണ്ടോ നിങ്ങൾ? മനസ്സിലാവായിട്ടല്ല, ഞങ്ങൾ ഒരുപാട് സഹായിച്ചവരാ നീ. ഇനിയും നിന്നെ ബുദ്ധിമുട്ടിക്കാൻ വയ്യാന്ന് തോന്നി. ചേച്ചിക്കെങ്കിലും എന്നൊന്ന് അറിയിക്കാമായിരുന്നില്ലേ? അതൊക്കെ പോട്ടെ, ഇത്രയൊക്കെ കാട്ടിക്കൂട്ടാൻ ഇപ്പം എന്താ പ്രശ്നം? ആ വട്ടി മനോജ് ഇവിടെ വന്നിരുന്നു, ഒരുപാട് വഴക്ക് പറഞ്ഞു. വഴക്ക് പറഞ്ഞത് പൊറുക്കാം, കാശ് കൊടുക്കാണ്ടായിട്ടല്ലേ.
പക്ഷെ ഇവളെ മാനത്തിന് വില പറഞ്ഞപ്പോ താങ്ങാൻ പറ്റിയില്ലടാ. ബയോടക്ക് വണ്ടി എടുത്താ. എന്തായി പോയ കാര്യങ്ങളൊക്കെ? അത് കുറച്ച് റിസ്കാ. എന്ത് റിസ്ക്? 8 അടവ് തെറ്റിയ വണ്ടിയാ. ഇനി സ്റ്റേഷനിൽ പോയി പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? മാറിക്കടാ പട്ടികളെ. രാഘവേട്ടന്റെ കുടുംബത്തിൽ കയറി കളിച്ച താഴെ പന്നി കരടിയാ, നീ കാര്യമൊന്നും മെക്കട്ട് തരരുത്. കേറിയ നീ എന്തു ചെയ്യടാ? എന്റെ മജീദേ, വേണ്ട. നിനക്കുള്ള ഭാര്യയുടെ കൂടെ കിടക്കണടാ. എന്റെ സുന്നമണി പൊട്ടിക്കും. അയാൾ ഒരുപാട് കാശ് തരാണ്ട് മജീദ്. കാശിന്റെ കാര്യൊക്കെ നീ നമ്മള് തമ്മില്. പലിശയുടെ കാര്യം വിട്ടേക്ക്. മുതൽ എത്ര വെച്ചാ ഞാൻ തരും. മജീദേ, അത് ഒരതുമില്ല ഇതുമില്ല. നീ പണത്തിന്റെ പേരിൽ ഞാൻ കുടുംബത്തിൽ കയറി കളിച്ചാ ചില കണ്ണി ഞാൻ കുത്തിപ്പൊട്ടിക്കും പന്നി. ഓടാ ഓടാ. കരടിയോടാ കളി.